നമ്മൾ ഡേറ്റിന് പോകുന്ന കോൺസെപ്റ്റിൽ ചിന്തിച്ചാൽ മതി. അതായത് ഡേറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ പോവാം, അങ്ങനെയല്ലല്ലോ. മറ്റേ ആള് ഷുഡ് ഫീൽ ഇംപ്രസ്. ഈ റിജക്ഷൻസിന്റെ ഒക്കെ ഒരു പോസിബിൾ റീസൺസ് എന്തൊക്കെയായിരിക്കും, അതുപോലെ തന്നെ അതൊക്കെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് ഒന്ന് പറഞ്ഞുതരാം. കണ്ടന്റിനെ കുറിച്ച് പറയുമ്പം കണ്ടന്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സാധനം സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ ആയിരിക്കണം അതിൽ കൊടുക്കുന്നത്. ജെൻസ് ഇന്റർവ്യൂല് ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ടല്ലോ. കൊള്ളാം, ഈ പയ്യൻ അല്ലെങ്കിൽ കുട്ടി നല്ലതാണെന്ന് അവർക്ക് തോന്നി അവർ കോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. കൃത്യമായിട്ട് മെയിൽ നോക്കുന്ന ആൾക്കാരാണോ? അല്ല. അതായത് മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുകയും അവരുടെ റെസ്പോൺസ് വരുമ്പോൾ പലപ്പോഴും നമ്മളെ ചെക്ക് ചെയ്യുക പോലും ഉണ്ടാവില്ല. ചില കമ്പനികൾ മെനക്കെട്ട് വിളിക്കും, അവിടുത്തെ HR കൊണ്ട് അവർ വിളിക്കുകയാണെന്ന് വെച്ചു. വിളിച്ചാൽ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? അറിയാത്ത നമ്പർ നിങ്ങൾ കോൾ എടുക്കുമോ? ഇപ്പൊ ഒരു ജോലി കിട്ടുന്നതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് ഈ റെസ്യൂമെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ റെസ്യൂമേസ് കുറെയൊക്കെ റിജക്റ്റ് ആവാറുണ്ട് പല ആൾക്കാരെ. അപ്പൊ നമുക്ക് ഈ റിജക്ഷൻസിന്റെ ഒക്കെ ഒരു പോസിബിൾ റീസൺസ് എന്തൊക്കെയായിരിക്കും, അതുപോലെ തന്നെ അതൊക്കെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് ഒന്ന് പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ റെസ്യൂമിനെ നമ്മൾ കാണേണ്ടത് നമ്മളൊരു ടിക്കറ്റ് ടു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലാണ്. ജോലിക്കുള്ള ഒരു എന്താ പറയുക ഗ്യാരണ്ടി അല്ല, ഒരു ഇൻ്റർവ്യൂവിനുള്ളൊരു ഗ്യാരണ്ടി പോലെയാണ്. റെസ്യൂമെ നല്ല റെസ്യൂമെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻ്റർവ്യൂവിന് കോൾ പോലും ചെയ്യപ്പെടൂ. അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ എവിടെയോ ഇരിക്കുന്നത്, അയാൾക്ക് അയാളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് ഒരാളെ എടുക്കണം. അതിനു വേണ്ടി നമ്മളൊരു എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അയക്കുകയാണ്. അത് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് വേണം അയാൾ നമുക്ക് ഈ ജോലിക്ക് വിളിക്കാനായിട്ട്. അപ്പോൾ എന്ത് ലെവലിൽ സീരിയസ്നെസ്സോടെ ആയിരിക്കണം നമ്മൾ ആ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ വെറുതെ പേരും എൻ്റെ ഫോൺ നമ്പർ കോൾ മീ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളതിൽ ഈ അയാൾക്ക് ഇംപ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ തയ്യാറാക്കണം. ആ ഒരു സീരിയസ്നെസ്സോടെ റെസ്യൂമെ കാണുക എന്നുള്ളതാണ്. ഒരു അൺനോൺ പേഴ്സണിന് അത് കണ്ടിട്ട് നിങ്ങളെ ജോലിക്ക് വിളിക്കാനായി തോന്നുന്ന രീതിയിൽ ഇംപ്രസീവ് ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് തിങ്. ഇനി അതിൽ റെസ്യൂമിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടന്റിനെ കുറിച്ച് പറയുമ്പം കണ്ടന്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സാധനം സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. അതായത് ബേസിക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. ഏത് കണ്ടുപിടിക്കാനോ നോക്കാനോ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ChatGPT ഇട്ട് കൊടുത്താൽ അത് കറക്റ്റ് ചെയ്ത് കിട്ടും. പക്ഷെ അതുപോലും ചെയ്യാതെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള, അല്ലെങ്കിൽ ഒരു ബേസിക് ലേ ഔട്ട് കറക്റ്റ് ആവാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ എന്തൊക്കെയാണ് കാഷ്വൽ മിസ്റ്റേക്സ് മിക്കവരും വരുത്തുന്ന കാണാം. അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ജോലിക്ക് വേണ്ട ഒരു JD ഉണ്ടാവുമല്ലോ, ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും ഒരു ജോലിക്ക്. ആ ജോലിക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാൻ തോന്നുന്ന എന്തെങ്കിലും ആ റെസ്യൂമേൽ ഉണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു ജെൻറിക് റെസ്യൂമേ ഫോർ എവറിത്തിങ് എന്ന് പറയുന്നത്. അതില്ല. ഇപ്പം നമ്മളൊരു പാട്ടുകാരന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു റെസ്യൂമേയും നമ്മളൊരു IT പ്രൊഫഷന് വേണ്ടി രണ്ടല്ലേ? അതേപോലെ തന്നെ ഇനി IT തന്നെ നമ്മളൊരു കോഡിങ്ങിന് വേണ്ടി കൊടുക്കുന്ന പ്രൊഫൈലും അല്ല നമ്മൾ വേറൊരു ഇതിൽ വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം വേ നമ്മുടെ റെസ്യൂമെ ഒരിക്കലും ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞപ്പോൾ ഒരു റെസ്യൂമെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ എല്ലായിടത്തും അയക്കുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് ഓരോ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ ഓൾട്ടർ ചെയ്യണം. അങ്ങനെ ഓൾട്ടർ ചെയ്ത് അത് അവരുടെ JD ആയിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് തന്നെ നമ്മുടെ സ്കിൽ സെറ്റ്സ് ആണെങ്കിലും ഒക്കെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മിക്കവരും ചെയ്യാറില്ല. ഒരൊറ്റ വൺ ഫിറ്റ് ഫോർ എവറിത്തിങ് എന്ന് പറയുന്ന രീതിയിലാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതൊരു മേജർ മിസ്റ്റേക്കാണ് നമ്മൾ റെസ്യൂമേൽ വരുത്തുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ മുകളിൽ കൊടുക്കും. ഞാൻ കുറേ കാര്യങ്ങളുണ്ട് റെസ്യൂമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന മിസ്റ്റേക്സ്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഫോൺ നമ്പർ, വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ ആയിരിക്കണം അതിൽ കൊടുക്കുന്നത്. അത് മിക്കവരും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയല്ല. അതുപോലെ സ്കിൽ സെറ്റ്സ്, നമ്മൾ സ്കില്ല് കൊടുക്കുമ്പോൾ നമ്മൾ കുറേ പേരുണ്ട് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ടീം ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കുറേ സാധനങ്ങൾ അതിലേക്ക് എല്ലാവർക്കും ഉള്ള പോലെ അങ്ങ് അടിച്ചു കൊടുക്കുക എന്ന് പറയണം. അതുമല്ല. നമ്മളത് സ്പെസിഫിക്കലി നമുക്കുണ്ടോ, നമ്മുടെ കോഴ്സ് ഇതെന്താണ്, സ്കിൽസാണ് എന്ന് നോക്കി തന്നെ ചെയ്യണം. ആ രീതിയിൽ നമ്മളൊരു ജോലിക്ക് നമ്മളെ വിളിക്കണം എന്ന രീതിയിൽ റെസ്യൂമിനെ കണ്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് അതൊരു വിഷയമേ അല്ല. കാരണം ഹെഡിങ്സും ഇതൊന്നും നമ്മൾ കണ്ടുപിടിച്ച് വേർഡിലൊന്നും ടൈപ്പ് ചെയ്യണ്ട. ഇഷ്ടം പോലെ റെസ്യൂമെ മേക്കേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു നല്ല റെസ്യൂമെ കിട്ടും. അപ്പോൾ അതിൽ ഈ ഒരു ലെവലിൽ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു റെസ്യൂമിൽ എന്തടിച്ചാലും അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് മിക്കവർക്കും അല്ലേ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റെസ്യൂമിൽ പലതും, എസ്പെഷ്യലി പ്രൊഫഷണൽ സമ്മറി ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, അത് അവരടിച്ചു തന്നെയായിരിക്കും. ആ സാധനം നമ്മൾ വായിച്ചു പോലും ഉണ്ടാവില്ല. ചിലപ്പം നമ്മുടെ കഷ്ടകാലത്തിന് നമ്മുടെ ഇൻ്റർവ്യൂർ ആദ്യം ചോദിക്കുന്നത് ഇതിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വേർഡായിരിക്കും. അപ്പോൾ അതിൽ എന്ത് എഴുതിയാലും യു ഷുഡ് ബി നോയിങ് അതെന്താണെന്നുള്ളത്. ആ ഒരു കാര്യം കൂടി റെസ്യൂമിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് റെസ്യൂമെ സെറ്റായാൽ അയക്കുന്ന സമയത്ത് കൂൾ ബോയ്
22@gmail.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിൽ നിന്ന് അയക്കരുത്. നല്ലതാണ്, നിങ്ങൾ ഫ്രീക്കനായിരിക്കും, എല്ലാമാണ്. പക്ഷെ അയക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ പേരുള്ള ഒരു മെയിൽ ഐ ഡിയിൽ തന്നെ അയക്കുക. അറ്റാച്ച്മെന്റ് വെറുതെ കയറി അങ്ങ് ഇടരുത്. ജസ്റ്റ് ഒന്ന് ഒരു മെയിൽ ബോഡിയൊക്കെ ഇത് ചെയ്ത് അയക്കുക എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. റെസ്യൂമേ ആയി ഇത് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ വിളിച്ചെന്ന് വെച്ചോ, അപ്പം നമുക്ക് ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യുന്നു. ഇപ്പം ജെൻസ് ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ടല്ലോ. ഒരു കമ്പനി HR വന്ന് വിളിച്ചിട്ട് ഇരിക്കുന്നാൽ അവരെങ്ങനെയായിരിക്കും അതിനോട് ഒരു ആപ്റ്റ് ചെയ്യുന്നത്? ആ ഒരു ഇന്റർവ്യൂ ബോർഡിൽ അവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഇന്റർവ്യൂവിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ പറയും, അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇന്റർവ്യൂ റെസ്യൂമയുടെ ഇടയിലുള്ളൊരു ഫേസ്. അതായത് നിങ്ങളുടെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റായി കൊള്ളാം, ഈ പയ്യൻ അല്ലെങ്കിൽ കുട്ടി നല്ലതാണെന്ന് അവർക്ക് തോന്നി അവർ കോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുന്നത്. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് മെയിൽ നോക്കുന്ന ആൾക്കാരാണോ? അല്ല. ഇത് തന്നെയാണ് പ്രശ്നം. അതായത് മെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുകയും അവരുടെ റെസ്പോൺസ് വരുമ്പോൾ പലപ്പോഴും നമ്മളെ ചെക്ക് ചെയ്യുക പോലും ഉണ്ടാവില്ല. മിക്കതും ചിലപ്പോൾ സ്പാം മെയിലൊക്കെ പോയി കിടക്കും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നത് പോലും അറിയില്ല. ഇനി സ്പാം അല്ലാതെ ശരിക്കുള്ള ഇൻബോക്സിൽ വന്നാൽ പോലും ചെക്ക് ചെയ്യുന്നവർ കുറവാണ്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ വെച്ചിട്ട് ഇല്ലാണ്ടാവുകയാണ്. അതൊന്നും. രണ്ടാമത്, ഇനി ചില കമ്പനികൾ മെനക്കെട്ട് വിളിക്കും, അവിടുത്തെ HR കൊണ്ട് അവർ വിളിക്കുകയാണെന്ന് വെച്ചു. വിളിച്ചാൽ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? അറിയാത്ത നമ്പർ നിങ്ങൾ കോൾ എടുക്കുമോ? തീർന്നല്ലോ. പിന്നെ നമ്മൾ കൂടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതായത് നമ്മൾ എന്താ പറയുക, ഇന്റർവ്യൂവിന് വേണ്ടി കൊടുത്തൊരു കമ്പനിയിൽ നിന്ന് കോൾ വരുമ്പോൾ അത് ഒബ്വിയസ്ലി അറിയാത്ത നമ്പർ എന്നായിരിക്കും. പക്ഷെ അത് മിക്കവരും അറ്റൻഡ് ചെയ്യില്ല. ഇനി അറ്റൻഡ് ചെയ്താൽ തന്നെ എങ്ങനെയായിരിക്കും? വളരെ ബഹുമാനത്തോടെ എന്താണ് എന്നുള്ള രീതിയിലാണോ നമ്മുടെ കോൺവെർസേഷൻസ് പോവാറ്? എടുക്കുമ്പോൾ ഒന്നിക്കൽ ഹലോ എന്താണ് ചോദിക്കുന്ന ഒരു ഭയങ്കര കൂൾ ആറ്റിറ്റ്യൂഡാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് അവരവിടെ നിന്ന് പറയാണ്, ഞാൻ XYZ കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റെസ്പോൺസ്? ഭയങ്കര ബഹുമാനത്തോടെയാണോ? എൻ്റെ അറിവിൽ ഒരുപാട് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നത്, ഏത് കമ്പനി? ആ കമ്പനി ഞാനുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അവർ അയച്ച റെസ്യൂമേ ആയിരിക്കും. ഇനി അടുത്ത അയാൾ പറയാനല്ല നിങ്ങളൊരു റെസ്യൂമേ അയച്ചിരുന്നു, ഏതിനാ ബ്രോ ഞാൻ അയച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഒരു കമ്പനി HR എന്ന നിലയിൽ വളരെ എന്താ പറയുക സന്തോഷത്തോടെ അല്ലെങ്കിൽ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന ഒരു കമ്പനിയെ കാണുന്ന ഒരാൾ അയാളോട് ചോദിക്കണം ഏത് കമ്പനി? ഞാൻ അയച്ചിട്ടൊന്നുമില്ല, പിന്നെ ഒരുപാട് സ്ഥലത്ത് അയച്ചിട്ടുണ്ട്, ഇതിൽ ഏതാണ് നിങ്ങളുടെ കമ്പനി എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ദാറ്റ് ഇസ് ആക്ച്വലി നമ്മൾ പറയില്ലേ, ഒരു അവരെ സംബന്ധിച്ചുള്ള ഒരു ടേൺ ഡൗൺ ആയിരിക്കും. പിന്നെ അവർ അത് ഓക്കെ ശരി എന്ന് പറയും. ഇതിന് പകരം ജസ്റ്റ് ഒന്ന് ആ കോൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. ഒന്ന് ഞാനിപ്പോൾ പുറത്താണ്, ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഓർത്തെടുത്ത് തിരിച്ചു വിളിക്കും, എന്നിട്ട് സംസാരിക്കും. അപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ അതൊരു ഇന്റർവ്യൂവിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം, ഇന്റർവ്യൂവിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കുന്നത്? ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ ഇതിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കോൾ വന്നു, എന്ത് ചെയ്യും? പ്രിപ്പയർ ആകാനായിട്ട് നോക്കുക. കഴിഞ്ഞിട്ട് ഫേസ് ചെയ്യുക, എന്താണ് വരുന്നത് അതനുസരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകും. എന്നാൽ എന്തായിരിക്കും പ്രിപ്പയർ ചെയ്യുക? എന്ത് ചെയ്യും? മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. പ്രിപ്പയർ ചെയ്യും. നമ്മൾ എന്ത് റോളിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് ചെയ്യും. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയാണല്ലോ. ഇത് എന്ത് ജോലിക്കും ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗിവ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതായിരിക്കും. ഇത് പഠിച്ചു പോകാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു പ്രശ്നവും വരേണ്ട കാര്യമില്ല. പക്ഷെ അത് അവിടെ വെച്ചിട്ട് ഭയങ്കര കാഷ്വലായിട്ടോ അല്ലെങ്കിൽ വളരെ ഒട്ടും സീരിയസ്നെസ്സോടെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ അവിടെ വെച്ച് പതറുന്ന, ഇതിനു മുമ്പ് ചിന്തിക്കാത്തത് കൊണ്ട് അവിടെ വെച്ചിട്ട് അയ്യോ ഞാൻ എന്താ പറയണ്ടേ എന്നാലോചിക്കുന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്കിലും, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ കറണ്ട് ഡെസിഗ്നേഷൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പാസ് ഔട്ട് ആയ കുട്ടിയാണെങ്കിൽ എന്താണ് പഠിച്ചത്, ഇതിനു മുമ്പ് എന്താണ് പഠിച്ചത്, എന്താണ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് എന്ന് ബേസിക് ആയിട്ട് അവർക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു സംഭവം എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക എന്നുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവണം. രണ്ടാമത്തെ, കമ്പനീനെ കുറിച്ച് നോക്കാറുണ്ടോ? ഇല്ല. അതായത് മിക്ക സ്ഥലത്തും എങ്ങനെയാ വെച്ചാൽ നമ്മളിവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തറിയാം എൻ്റെ കമ്പനിയെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ ഉള്ള ഇതേ എക്സ്പ്രഷനിൽ അയ്യോ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത് നമ്മൾ എന്തായാലും അവിടം വരെ പോവാണ്, അപ്പൊ നമ്മൾ ആ സ്ഥാപനത്തെ കുറിച്ച് ബേസിക് ആയിട്ട് എന്താണ്, ഒന്നും വേണ്ട, അവരെ വെബ്സൈറ്റ് എടുത്ത് വെറുതെ നോക്കിയാൽ മതി. ഇനി അതും ബുദ്ധിമുട്ടാണെങ്കിൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽ എടുത്ത് കൊടുത്താൽ ChatGPT നിങ്ങൾക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അത്രയെങ്കിലും ആ കമ്പനിയെ കുറിച്ച് പഠിക്കുക. ഇനി JD നോക്കൂ, ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്തിനാണ് നമ്മളവിടെ പോകുന്നത് അതൊന്ന് നോക്കിയിട്ട് അതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നിങ്ങളാണ് ആ കമ്പനിയിൽ HR എങ്കിൽ അതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് നമുക്ക് ഏകദേശം നമുക്ക് ഊഹിക്കാം. ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക.
ബേസിക് ക്വസ്റ്റ്യൻസ് ബ്രഷപ്പ് ചെയ്യുക. അതായത് ഇപ്പം നമ്മളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് പോവുകയാണെങ്കിൽ ബേസിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് ചോദിക്കുമല്ലോ, അതെങ്കിലും പ്രിപ്പയർ ചെയ്യാന്നുള്ള. ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും പോകണ്ട, പക്ഷെ ബേസിക് ആയിട്ട് ചോദിച്ചാൽ അറിയാവുന്ന രീതിയിൽ ഇത്രയെങ്കിലും ഒന്ന് പ്രിപ്പറേഷൻ ലെവലിൽ പോകണം. പിന്നെ എന്ത് ഡ്രസ്സ് ഇടണം? ഫോർമൽ ഡ്രസ്. ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും. ഞങ്ങളൊക്കെ പഴയ ജനറേഷൻ ആണെന്നും പുതിയ ജനറേഷൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ വ്യത്യാസമാണെന്നും ഞാൻ പറയണ വേറെ ഒന്നും വേണ്ട. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഫോർമൽ കോണ്ടെക്സ്റ്റിൽ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറയില്ലേ ടീഷർട്ടിൻ്റെ മുകളിലെ റൈറ്റിങ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അങ്ങനെയുള്ള റൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് നേരെ HR മുന്നിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പറയാം, ഉള്ളിയൊരു എന്താ പറയുക, എൻ്റെ മൂഡ് പോയി, ഇൻ്റർവ്യൂ എടുക്കാനുള്ള മൂഡ് പോയി എന്ന് പറയുന്നൊരു ഫീലായിരിക്കും ചിലപ്പോൾ HR സംബന്ധിച്ചോളം. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രൊഫഷണലായിട്ട് അവർക്ക് ചെല്ലുമ്പോൾ ഇമ്പ്രസ് ചെയ്യാൻ ഉള്ള രീതിയിൽ. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ രീതികളല്ല അവരുടെ രീതികളാണ് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമോ ആ രീതിയിലായിരിക്കണം ഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡേറ്റിന് പോകുന്ന കോൺസെപ്റ്റിൽ ചിന്തിച്ചാൽ മതി. അതായത് ഡേറ്റിങ്ങിന് പോകുമ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ പോവാം, അങ്ങനെയല്ലല്ലോ. മറ്റേ ആൾ ഷുഡ് ഫീൽ ഇംപ്രസ്ഡ്, കൊള്ളാം അടിപൊളിയാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പോകും. ഇതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം യു ഗോ ഫോർ എൻ ഇൻ്റർവ്യൂ ഓൾസോ. ലെറ്റ്സ് ഇംപ്രസ് ദം. അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുക ആ ലെവലിൽ അങ്ങനെ ഫോർമലായിട്ട് പോകുക എന്നുള്ളതാണ്. ഇനി ബേസിക്കലി ഏറ്റവും വലിയ പ്രശ്നം കോൺഫിഡൻസാണ്. അതെന്താ ചെയ്യുക? അത് ബിൽഡ് ചെയ്യാൻ എന്ത് ചെയ്യുക നമ്മൾ? എക്സാക്ട്ലി, കോൺഫിഡൻസ് എപ്പോഴും വരുന്നത് നമ്മളത് ചെയ്ത് വന്നിട്ട്. ഇപ്പം നീന്തം പഠിക്കാൻ വെള്ളത്തിലിറങ്ങി നീന്തിയിട്ടേ രക്ഷയുള്ളൂ, അല്ലാതെ ഫസ്റ്റത്തെ നീന്തൽ സെറ്റാവില്ല. അപ്പോൾ അത് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ അത് സെയിം വേ നിങ്ങൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിലാണെങ്കിൽ മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദ്യം ചോദിപ്പിക്കാം. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ഉത്തരം പറയുന്നു, അപ്പോൾ ഓക്കെ, അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ഇനി സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഒരു മിറർ എക്സസൈസ് എന്ന് പറയും. നമ്മൾ മിററിൻ്റെ ഫ്രണ്ട് പോയി നിന്നിട്ട് ചുമ്മാ നമ്മൾ എങ്ങനെയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതുപോലെ പറയാം. യു ക്യാൻ ബി യുവർ ക്രിട്ടിക്. നിങ്ങൾ തന്നെ പറയാം, അയ്യോ ഇതത്ര പോരാ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതങ്ങനെ മാറ്റണം. അപ്പോൾ വേറൊരു സെൻറ്റൻസ് അവിടെ പ്ലേസ് ചെയ്യുന്നു. അവൻ നമ്മുടെ മാനറിസംസ്, കൈ എങ്ങനെ പോകുന്നു, കാലെങ്ങനെ പോകുന്നു, എങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ചിലരൊന്ന് നോട്ടീസ് ചെയ്യാത്ത സാധനം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അറിയാണ്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ അറിഞ്ഞു ചെയ്യുന്നതല്ല, ഞങ്ങൾ മോക്ക് ഇൻ്റർവ്യൂസ് നടത്തുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. ആൾക്കാർക്ക് അറിയില്ല ദേ ഡൂ ദിസ്, നെർവസ് ആകുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം, അയ്യോ മാനറിസംസ് ഇങ്ങനെ വരുന്നുണ്ട്, ഐ ഷുഡ് നോട്ട് ഡൂ ദാറ്റ് എന്ന് പറയുന്ന സെൽഫ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ചെയ്തിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴുള്ള നെർവസ്നെസ് ഒഴിവാകും. പിന്നെ പേടി, ഒരു ലെവൽ ഓഫ് നെർവസ്നെസ് എന്തായാലും ഉണ്ടാവും നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ, ദാറ്റ്സ് ഓക്കെ. പക്ഷേ പ്രിപ്പയർ അല്ലാത്തതിൻ്റെ പേരിൽ നെർവസ് ആവരുത് എന്നുള്ളത്. അപ്പം ആ രീതിയിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാമെന്നുള്ളത്.